കുറേ ദിവസമായാലേ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് നല്ല രീതിയിൽ പനി പിടിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് സൗണ്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഹോസ്റ്റലിലായതുകൊണ്ട് വോയിസ് ഓവർ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് കേട്ടോ ലേറ്റ് ആയത്. എന്തായാലും ഇനി വീഡിയോയിലോട്ട് കിടക്കും. ഇപ്പം ഞാനത് ട്രിവാൻഡ്രത്താണ്. വർക്ക്സ് കുറച്ച് ഷെഡ്യൂൾ ചെയ്യാനുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ റൂമിലിരുന്ന് ബോറടിക്കുന്നുണ്ട് തന്നെ പുറത്ത് പോയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ കുറച്ച് A4 ഷീറ്റ് എടുത്തായിരുന്നു, കുറച്ച് കളർ പെൻസിൽ എടുത്തു, പിന്നെ ഹൈലൈറ്റർ, കുറച്ച് കളർ പെൻ, അങ്ങനെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന എൻ്റെ ഈ ചെറിയൊരു ഡയറി. പിന്നെ ഇതാ ഈ ഒരു മൊബൈൽ സ്റ്റാൻഡ് എടുത്തായിരുന്നു. പിന്നെ എല്ലാ ഐറ്റം വെക്കാൻ പോണതാ ഈ ഒരു ബാഗിലാണ് കേട്ടോ. ഇത് ഞാൻ പണ്ട് മീഷോ വഴി വാങ്ങിച്ചതാണ്. ഒരുപാട് ഉപകാരമുള്ള ഒരു ബാഗാണ് കേട്ടോ. ഇത് നമുക്ക് വലുതാക്കുകയും ചെയ്യാം, ചെറുതാക്കുകയും ചെയ്യാം. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഏകദേശം ഒരു 350-320 ആ ഒരു റേറ്റ് ആണ് കേട്ടോ ഇതിന്. ഞാൻ മറന്നു എത്രയാണ് റേറ്റ് എന്ന്. ഇതിന് ഒരുപാടായി ഉപയോഗിക്കുന്നത്. ചെളി പിടിക്കും, ഞാൻ വീണ്ടും കഴുകും, ഉപയോഗിക്കും. അങ്ങനെയാണ്. ഭയങ്കര രസമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ അതുപോലെ തന്നെ ഈ ഒരു ബാഗ് കാണുമ്പോൾ ചെറുതാന്ന് തോന്നിയെങ്കിലും ഇതിനുള്ള ഒരുപാട് ഐറ്റം വെക്കാൻ പറ്റും കേട്ടോ. ഞാൻ വീട്ടിലോട്ടൊക്കെ പോകുമ്പോൾ എൻ്റെ ഡ്രസ്സും വേറെ കുറേ ഐറ്റംസ് എല്ലാം വെക്കുന്നത് ഇതിനകത്താണ്. നമ്മൾ ഈ കാണുന്നല്ലോ നല്ല കേട്ടോ. ഈ ഒരു ബാഗ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇതിൻ്റെ റിവ്യൂ എത്രത്തോളം ആൾക്കാർ ഇടുന്നുണ്ട്, സത്യസന്ധമായിട്ട് ഇടുന്നുണ്ടോ എനിക്കറിഞ്ഞൂടാ. പക്ഷെ ഞാൻ ഇതിനെ 100 ഔട്ട് ഓഫ് 100 തന്നെ കൊടുക്കും. അങ്ങനെ ബാഗിനകത്ത് എല്ലാ ഐറ്റംസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെക്കുന്നതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ലിപ്സ്റ്റിക് എടുത്ത് ഞാൻ പോക്കറ്റിലും വെച്ചിട്ടുണ്ട്. എല്ലാ ഐറ്റംസും വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. പേനയും പേപ്പറും ബുക്സും പിന്നെ നോട്ട് പാഡും സ്റ്റിക്കി നോട്ട്സും എല്ലാം സെറ്റ്. പിന്നെ ഞാൻ ചെറിയൊരു ക്രോസ് ബാഗ് എടുത്തിട്ടുണ്ട്. ഇനി അഥവാ എൻ്റെ ഹാൻഡ് ബാഗ് ബാഗേജ് കൗണ്ടറിൽ കീപ്പ് ചെയ്താലോ എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാനത് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് ഞാൻ ലഞ്ച് ബോക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ എൻ്റെ പെൻ ഡ്രൈവ്സ്. എനിക്ക് എവിടെ പോയാലും അത്യാവശ്യമായിട്ട് വേണ്ടത് പെൻ ഡ്രൈവ്സ് ആണ്. സോ ഒരു 5-6 പെൻ ഡ്രൈവ്സ് ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഏതാണ് അത്യാവശ്യമായിട്ട് വേണ്ടതെന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബാഗിൽ ഓൾമോസ്റ്റ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാഗിൻ്റെ അടുത്തൊരു സൈഡ് കാണിച്ചു തരാം. ദാ ഈ ഒരു സൈഡ്. ഇവിടുത്തെ ഈ ഒരു സിബ്ബർ തുറന്നു കഴിയുമ്പോണ്ടല്ലോ ഇതിൻ്റെ അകത്തും വേറൊരു സിബ്ബർ ഉണ്ട് കേട്ടോ. ദാ ഈ ഒരു ക്ലോസറിൻ്റെ അകത്ത് വേറൊരു ബോഡി പാർട്ടാണ്. ഇതിനകത്ത് എല്ലാ സീക്രട്ട് ഐറ്റംസും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. എൻ്റെ കയ്യിലുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ഐറ്റംസും ഞാൻ ഇവിടെ വെക്കാറുണ്ട്. അപ്പോഴും നോക്കിയപ്പോഴാണ് എൻ്റെ നാടകത്തിൻ്റെ അകത്ത് എൻ്റെ സീനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു മാല ഉണ്ടായിരുന്നേ. അത് ഞാൻ മിസ്സാവാതിരിക്കാൻ വേണ്ടി കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ തന്നെയാണ് ഞാൻ പെൻ ഡ്രൈവ് വെച്ചിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇറങ്ങുന്നതിന് മുന്നേ ചെറിയൊരു ക്രോസ് ചെക്കിംഗ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് കണ്ടുപിടിച്ചത് എൻ്റെ നെയിൽ പോളിഷ് മാറ്റിയിട്ടില്ല എന്നേ. സോ ഇനി നമുക്കത് ചേഞ്ച് ചെയ്യാം. റിമൂവർ വൈപ്സ് ഉപയോഗിച്ച് എല്ലാം വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ചെറിയൊരു ടിൻ്റൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ. പക്ഷെ ഇപ്രാവശ്യം ഉപയോഗിക്കുന്നത് ഈ കളറുള്ള പിങ്ക് ഷെയ്ഡിലുള്ള നെയിൽ പോളിഷാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് വൃത്തിയാക്കിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാം ഇട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു കളർ ആകുമ്പോൾ എൻ്റെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുമായിട്ടും പിന്നെ ഞാൻ ഇട്ടിട്ടുള്ള ഫ്ലോറൽ പ്രിൻസിൻ്റെ ഈ ഒരു ഷർട്ടിൽ ഗ്രീൻ ഷെയ്ഡ് വരുന്നതുകൊണ്ട് തന്നെ അത് മാച്ചപ്പായി പോവേ. പിന്നെ എൻ്റെ ഈ ബാഗുമായിട്ടും കോൺട്രാസ്റ്റ് ലുക്കും വരും കേട്ടോ. നെക്സ്റ്റ് വാച്ച്. സ്കൂളിൽ പഠിക്കുമ്പോൾ സ്ഥിരം വാച്ച് കെട്ടി കിടന്ന് ഉറങ്ങണമായിരുന്നു കേട്ടോ എനിക്ക്. പിന്നീട് കുറേ നാൾ വാച്ച് ഒന്നും ഉപയോഗിക്കാറില്ലായിരുന്നു. ഇപ്പം എന്തായാലും റീസെൻ്റ്ലി കുറച്ച് നാളായിട്ട് വാച്ച് അഡിക്റ്റ് ആയേ. ഈ ഒരു വാച്ച് ഞാൻ 150 റേറ്റിൽ വാങ്ങിച്ചതാണ്. ട്രിവാൻഡ്രത്താകുമ്പോൾ എല്ലാം റേറ്റ് കുറവിനും കിട്ടുമല്ലോ. ഈ ഒരു വാച്ചിന്റെ ഡിസൈൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇതൊരു 3D ഫ്ലവർ ക്രിസ്റ്റൽ ഗ്ലാസ് ഡിസൈൻ ആണ്. അങ്ങനെ ഞാൻ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ നമുക്കിനി പോവാം. അതിനു മുമ്പ് ഞാൻ എൻ്റെ ഹോസ്റ്റൽ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ ടേബിള്. എൻ്റെ ടേബിളെല്ലാം തന്നെ ഞാൻ അടുത്തടുത്ത് എല്ലാം അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് എല്ലാം തന്നെ എൻ്റെ കയ്യെത്താൻ ദൂരത്താണ് കേട്ടോ. എനിക്ക് പോകാൻ മടിയായതുകൊണ്ടാണ്. പിന്നെ ഈ ബെഡ് സ്പേസ് ഉള്ള സ്ഥലവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു റൂമിൽ ത്രൂ ഔട്ട് ഒരുപാട് ജനലുകളുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല കാറ്റും വെളിച്ചാണ്. എനിക്ക് അങ്ങനത്തെ റൂമാണ് കേട്ടോ ഭയങ്കര ഇഷ്ടം. എൻ്റെ അമ്മയാണ് ഈ ഒരു ഹോസ്റ്റൽ എനിക്ക് കണ്ടുപിടിച്ച് തന്നത്. അങ്ങനെ കിഴക്കേക്കോട്ടത്ത് ഞാൻ നേരെ ബസ് പിടിച്ചത് ലുലു മാൾക്കാണ്. പിന്നെ ഒരു കാര്യം പറഞ്ഞു തരട്ടെ. ഞാൻ കേരളത്തിൽ ഒരുപാട് ജില്ലകളിലായിട്ട് കുറേ നാളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ ജില്ലകളെ പറ്റി അത്യാവശ്യം അറിയാമേ. ഞാൻ കണ്ടതിൽ വെച്ച് എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യലി നമുക്ക് നിൽക്കാൻ പറ്റാത്തൊരു സ്ഥലം കേട്ടോ. കാരണം വെച്ചാൽ ഉണ്ടായിരുന്ന പൈസ പോലെ എങ്ങനെയാണ് തീരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ട്രിവാൻഡ്രത്ത് ഏത് പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് വേണമെങ്കിലും ജീവിക്കാൻ പറ്റുമേ. നമുക്ക് പൈസ എത്ര വേണമെങ്കിലും ഏൺ ചെയ്യാൻ പറ്റിയൊരു സ്ഥലവും ട്രിവാൻഡ്രമാണ് കേട്ടോ. ജില്ലകളെ താത്തിക്കിട്ടിയൊന്നല്ല കേട്ടോ, അറിയാവുന്ന ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ലുലുവിൽ എത്തിയായിരുന്നേ. ആദ്യം കയറിയത് ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. അങ്ങനെ കുറച്ച് ഐറ്റം വാങ്ങിച്ചായിരുന്നു. ഒരു സോപ്പ് വാങ്ങിച്ചു, പിന്നെ ഒരു ഹെയർ ഓയിലും വാങ്ങിച്ചു കേട്ടോ. ഹൈപ്പർ മാർക്കറ്റിൽ കയറിയാൽ ഇതാണ് കേട്ടോ എൻ്റെ സ്ഥിരം സെക്ഷൻ. അതിപ്പോൾ ട്രിവാൻഡ്രത്താണെങ്കിലും കൊച്ചിയിലാണെങ്കിലും ഏത് ലുലുവിൽ ഞാൻ കയറിയിട്ടുണ്ടെങ്കിലും ഈ ഒരു ജ്യൂസസ് ആൻഡ് സാലഡ് എന്ന് പറയുന്ന സെക്ഷനിൽ ഞാൻ എപ്പോഴും വരും കേട്ടോ. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ജ്യൂസസ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് വെജിറ്റബിൾ ജ്യൂസ് ഉണ്ട്, ഫ്രൂട്ട്സ് ജ്യൂസ് ഉണ്ട്, പിന്നെ ഡേറ്റ്സ്, ഇങ്ങനെ എല്ലാ നട്ട്സിൻ്റെ ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ജ്യൂസ് ഉണ്ട്. പിന്നെ ഈ ഒരു സാലഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു സെക്ഷനുണ്ട്. ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് സാലഡ് നമുക്ക് മേക്ക് ചെയ്യാം കേട്ടോ. അതിപ്പോൾ എത്ര ക്വാണ്ടിറ്റി എന്നൊന്നുമില്ല, ഇഷ്ടമുള്ള അത്രയും നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. ഈ ഒരു ബോക്സിലോട്ട് ലാസ്റ്റ് ഇവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ഒരു എമൗണ്ട് ആണ് കേട്ടോ നമ്മൾ കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഉച്ചയ്ക്കാണ് വന്നത്. ഉച്ച തൊട്ട് രാത്രി കഴിക്കാനുള്ള അത്രയും ഞാൻ സാലഡ് മേക്ക് ചെയ്യുന്നുണ്ട്.
പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു തരട്ടെ, സ്ലൈസ്ഡ് വെജിറ്റബിൾസ്, ചോപ്ഡ് വെജിറ്റബിൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? സ്ലൈസ്ഡ് വെജിറ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈവൻ ആയിട്ട് നമ്മൾ മുറിക്കൂലേ, ഒരേ കഷ്ണം ഒരേ വലിപ്പം സൈസിലൊക്കെ നമ്മൾ മുറിച്ചെടുക്കൂലേ, അതാണ് കേട്ടോ സ്ലൈസ്ഡ്. ചോപ്ഡ് എന്ന് പറഞ്ഞാൽ അത് പല ഷേപ്പിലും വരും കേട്ടോ, ഇറഗുലർ ആയിട്ടുള്ള ഷേപ്പാണ് കേട്ടോ. ഇപ്പം ഇത്രയും പഠിച്ചില്ലേ? അപ്പോൾ ഇത്ര ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നീട് ഞാൻ നേരെ പോയത് ഫുഡ് കോർട്ടിലാണ് ലഞ്ച് കഴിക്കാനായിട്ട്. അവിടെ പോയിട്ട് നമ്മുടെ ലഞ്ച് അങ്ങ് തുടങ്ങി. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ലഞ്ച് ബോക്സിലുള്ള കറികളെ. അച്ചിങ്ങപ്പയറുകൊണ്ടുള്ള മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, മീൻ ബീരി ഉണ്ടായിരുന്നു, പുളിശ്ശേരി ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ സാലഡ് ഉണ്ട്. പിന്നെ കുറേ നാളായി KFC ചിക്കനൊക്കെ കഴിച്ചിട്ട്, അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചായിരുന്നു. പിന്നെ പെപ്സി. ലിപ്സ്റ്റിക് നന്നായി വൈപ്പ് ചെയ്ത് കളഞ്ഞ ശേഷം ഫുഡ് അടിക്കാൻ തുടങ്ങിയ കേട്ടോ. ചിക്കനും മീനും ഉണ്ടെങ്കിലും ഞാൻ സാലഡിൻ്റെ അകത്തുള്ള മുട്ട എടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്ത് ഫുഡ് കഴിച്ചാലും ഈ പെപ്സി കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സമാധാനം ഇല്ലേ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ലഞ്ചും കഴിഞ്ഞ് കയ്യും കഴുകി വന്നിരുന്നു കേട്ടോ ഞാൻ. ഈ ഒരു ട്രിവാൻഡ്രത്തെ ലുലുവിൽ ഏത് സ്പോട്ട് എന്നൊന്നുമില്ല, ഈ ഒരു ഫുഡ് കോർട്ടിൽ ഏതൊരു ചെയറിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്ന സ്ഥലത്തൊക്കെ ഞാൻ വന്നിരിക്കാറുണ്ട്. പക്ഷെ നമ്മുടെ എടപ്പള്ള ലുലുവിൽ അങ്ങനെയല്ല കേട്ടോ, ഒരു സ്പോട്ട് ഉണ്ട്, അതെനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആണ്. ഞാൻ മിക്കപ്പോഴും അവിടെ വന്ന് ഇരിക്കാറുള്ളൂ. ഇൻ കേസ് അവിടെ ഫില്ല് ആണെങ്കിൽ ഞാൻ അപ്പുറത്തപ്പുറത്തും പോയിരിക്കും, അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല. കേരളത്തിൽ ഒരുപാട് ലുലുമാൾ ഉണ്ടെങ്കിലും എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് നമ്മുടെ എടപ്പള്ളി ലുലു ആണ് കേട്ടോ. എന്തു പറഞ്ഞൂടാ, അവിടെ കയറുമ്പോൾ എന്തോ ഒരു സമാധാനമാണ്. പിന്നത്തെ എനിക്ക് ഇഷ്ടമുള്ളത് വൈമാളാണ്, തൃപ്രയാറുള്ളത്. പിന്നീട് ഞാൻ എൻ്റെ വർക്ക്സ് ഒക്കെ ഷെഡ്യൂൾ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ടു ഡു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതും ജേർണലിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്രൗഡഡ് ഏരിയയിൽ വന്നിട്ടായിരിക്കും കേട്ടോ ഞാൻ പ്ലാനർ സെറ്റ് ചെയ്യുക. പിന്നീട് ഈവനിങ് ഒക്കെ ആയപ്പോൾ എൻ്റെ കസിൻ വന്നിട്ടോ. ഇതെൻ്റെ ചങ്ക് കസിനാണ്, ശ്രീകുട്ടി എന്നാണ് ശരിക്കുള്ള പേര്, ഞാനുള്ള ചിക്കു എന്നാണ് വിളിക്കാറ്. ബാക്കിയുള്ള 2 പേര് ഇവളുടെ കൊളീഗ്സ് ആണ് കേട്ടോ. ഒരാളുടെ പേര് മുബാസ്, മറ്റേത് യദു കൃഷ്ണൻ ചേട്ടനാണ്. ഇവർ 2 പേരും ഇവളുടെ കൂടെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നവരാണ് കേട്ടോ. പിന്നീട് എപ്പോഴത്തെ പോലുള്ള സ്ഥിരം പരിപാടി സെൽഫി എടുക്കൽ ചടങ്ങിലോട്ട് അങ്ങ് തുടങ്ങി. അതിനുശേഷം ലുലുമാൾ മൊത്തത്തിൽ കളക്ഷൻ എടുക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവരൊക്കെ നേരെ എന്നെ ഹോസ്റ്റലിൽ കൊണ്ടുവിടാന്ന് പറഞ്ഞ കേട്ടോ. സോ നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെയാണ് കേട്ടോ ഡ്രൈവ് ചെയ്യുന്നത്. ആര് വണ്ടിയും കൊണ്ട് വന്നാലും എനിക്ക് എപ്പോൾ ഡ്രൈവ് ചെയ്യണം കേട്ടോ. സോ ആ ഒരു കീ ഞാൻ ഏറ്റുവാങ്ങി നേരെ എൻ്റെ ഹോസ്റ്റലിലോട്ട് അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ ഹോസ്റ്റലിൽ എത്തിയ കേട്ടോ. ഞാൻ എൻ്റെ കസിൻ എൻ്റെ ഹോസ്റ്റലെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ എൻ്റെ ഹോസ്റ്റലൊക്കെ കണ്ട ശേഷം ഇവളെ ഞാൻ ഇവരുടെ കൂടെ അങ്ങ് പാക്ക് ചെയ്തങ്ങ് വിടുകയാണ്. ഇവളെന്നൊക്കെ ഞാൻ വിളിക്കുന്നുണ്ടെങ്കിലും ആക്ച്വലി ഇവളെന്റെ ചേച്ചിയാണ് കേട്ടോ. എന്നെക്കാളും 3 വർഷം മൂത്താണ്. എന്നാൽ പോലും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ചേച്ചി ബന്ധമൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ എപ്പോഴും എടി വാടി പോടി ഇവളെന്നൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വിളിക്കാറുള്ളത്. അങ്ങനെ ടാറ്റ എന്ന അവളും ഫ്രണ്ട്സും പോയി. ഞാൻ ഇനി റൂമിലോട്ട് ചെല്ലട്ടെ. അപ്പൊ ഇതാണ് ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പൊ ശരി, ടേക്ക് കെയർ, ബൈ.